നമ്മൾ KSRTCയിൽ യാത്ര ചെയ്തിട്ടുണ്ടാവും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്. പക്ഷേ ട്രിപ്പ് പോയിട്ടുണ്ടോ? ഇതെൻ്റെ 5ാമത്തെ ട്രിപ്പാണ് KSRTCയിൽ. KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസം സെല്ലിൻ്റെ വകയാണ് ഈ ഒരു ട്രിപ്പ്. അപ്പോൾ ഇല്ലിക്കൽ കുന്നിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും എൻ്റെ സുഹൃത്തും കൂടി ചേർന്നിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞങ്ങൾ ചാലക്കുടിയിൽ ആനന്ദഭവനിലാണ് പോയത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. മലങ്കര ഡാമാണ്. അതായത് തൊടുപുഴ ആറിന് കുറുകയായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നതാണ് ഈ മലങ്കര ഡാം. അതായത് ഇതിലേക്കുള്ള വെള്ളം മൂലമറ്റം പവർ ഹൗസിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതിന് ശേഷമുള്ള വെള്ളമാണ് ഈ ഒരു ഡാമിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. കൃഷിക്കും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ടുള്ള വെള്ളമാണ് ഇതിലേക്കുള്ളത്. അപ്പോൾ ഇതിനടിയിൽ ഒരു പവർ ഹൗസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ട്രിപ്പിലെ ഫസ്റ്റ് സ്പോട്ടായിരുന്നു മലങ്കര ഡാം. ഞങ്ങൾ റീച്ചാകുമ്പോൾ ഒരു 9:30 ആയിരുന്നു സമയം. അതുകൊണ്ട് തന്നെ അവിടെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പീസ്ഫുള്ളായൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. അടുത്ത സ്പോട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ട്രക്കിങ്ങിലൂടെ തന്നെ പോകണം. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾസ് ഒന്നും ആ ഒരു റോഡിലൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ പോകുന്നത് മുനിയറ ഗുഹ കാണാനായിട്ടാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ജീപ്പിൽ ട്രക്കിംഗ് പോകുന്നത്. നല്ല രസമായിരുന്നു എനിക്ക്. പെർ ഹെഡ് 350 രൂപയാണ് ചാർജ് നമുക്കിങ്ങനെ പോകാനായിട്ട്. ഒരുപാട് ടൂറിസ്റ്റുകളെയും കൊണ്ട് ഇതുപോലെ ജീപ്പുകൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ടാവും. നമ്മൾ കണ്ടു കഴിഞ്ഞ ശേഷം അവർ നമ്മളെ തിരിച്ച് ആ ജീപ്പിൽ തന്നെ കൊണ്ടുവരും. ഇവിടെ നിന്ന് നമുക്ക് ഒരു വ്യൂ കാണാൻ പറ്റും. തൊടുപുഴയാറ് ഇങ്ങനെ ഒഴുകുന്നതിൻ്റെ ആയിട്ട് വ്യൂ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ മുനിയറയ്ക്ക് ഇറങ്ങി പോവുകയാണ്. നോർമൽ സ്റ്റെപ്സ് ഒന്നുമില്ല, ഈ മണ്ണ് കൊണ്ടുള്ള ഭാഗം തന്നെയാണുള്ളത്. അതിലെ കല്ലുകൾ വീണ സ്ഥലത്ത് നമ്മൾ കല്ലുകളിൽ ചവിട്ടിയിട്ടൊക്കെ ആയിട്ട് താഴെ ഇറങ്ങിപ്പോകണം. അപ്പം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു ഫസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. കുറച്ച് ചളിയൊക്കെ ആയിട്ടുള്ള ഭാഗമാണ്. നമ്മൾ കൈ തൊടുമ്പോൾ ചുറ്റുമുള്ള പാറ ആ ഒരു ഭാഗത്ത് ചളി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് നടന്നു പോകുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം കുറവ് പോലെ തോന്നും. പിന്നെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഒരു മുട്ടിൻ്റെ അവിടം വരെ വെള്ളം കയറി വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ വാതുക്കൽ നിന്ന് പിന്നെ അങ്ങോട്ടേക്ക് ഒരു 3 മീറ്ററോളം കുനിഞ്ഞ് തന്നെ നമുക്ക് പോകേണ്ടി വരും. പിന്നെ അതിനുശേഷം നമുക്ക് നിവർന്ന് നടക്കാൻ പറ്റും. നമുക്ക് കാണാൻ പറ്റുന്നത് ഒരറ്റത്ത് ഉറവ പോലെ വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നതാണ്. അതിൽ നിന്നാണ് നമുക്ക് വെള്ളം വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല. ആ ഒരു അറ്റത്തായിട്ട് നമുക്ക് വെള്ളം ഇങ്ങനെ വരുന്നത് കാണാൻ പറ്റും. ഇത് പണ്ട് മുനിമാർ തപസ്സിരുന്ന സ്ഥലമായിട്ടും ഒക്കെയാണ് ഇവർ പറയുന്നത്. അങ്ങനെ ആ ഒരു സ്പോട്ട് കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇലവീഴ പൂഞ്ചിറ. അതിലേക്ക് നമ്മൾ ഈ ട്രെക്കിങ്ങിലൂടെ തന്നെ പോകണം. അപ്പോൾ ഇലവീഴ പൂഞ്ചിറയിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓരോ ഉയരം ഇങ്ങനെ കയറി പോകും തോറും നമുക്ക് കാണാൻ പറ്റും. നല്ല നല്ല വ്യൂ ആയിട്ടുള്ള വ്യൂ പോയിൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഫൈനലി അതിൻ്റെ ടോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ഒരു വയർലെസ് സ്റ്റേഷനൊക്കെ ഉണ്ട്. അത് പുതുക്കി പണിതുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം കറങ്ങി എൻജോയ് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങുന്ന വഴിയിൽ നമ്മൾ വേറൊരു തടാകം പോലെ ഒരു സംഭവം കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അമൃത് സരോവർ എന്നായിരുന്നു. ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഇറങ്ങാനോ അത് മലിനപ്പെടുത്താനോ ഒന്നും പറ്റില്ല. അവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ശുദ്ധജലമാണ് അവിടെ ഉള്ളത്. അതൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. ബൊഫേ സിസ്റ്റം ആയിരുന്നു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫിഷ് കറി മീൽസും നോർമൽ വെജ് മീൽസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇല്ലിക്കൽ കല്ല്. ഇല്ലിക്കൽ കല്ലിലേക്ക് പോകാൻ നമ്മൾ ഈ ഒരു ട്രക്കിങ്ങിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുകളിലേക്ക് പോകണം. അത്യാവശ്യം ഒരു 3 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. നടന്നു പോകാൻ താല്പര്യമുള്ളവർക്ക് നടന്നു തന്നെ വരാം, സമയം എടുക്കുന്നേ ഉള്ളൂ. നമ്മൾ ട്രക്കിങ്ങിലൂടെ ഈ ഒരു ജീപ്പിൽ തന്നെയാണ് പോയത്. അപ്പം ഇവിടുന്ന് അത്യാവശ്യം മുകളിൽ കയറാനുണ്ട്.
പ്രത്യേകിച്ച് ചവിട്ടുപടികളോ പടിക്കെട്ടോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല. നമ്മൾ നടന്ന് മൺ പോലെ ഉള്ള ഭാഗങ്ങളിൽ ചവിട്ടി അല്ലെങ്കിൽ കല്ലുകളിലൊക്കെ ചവിട്ടി തന്നെ മുകളിലേക്ക് കയറണം. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 3 മലകൾ ഇങ്ങനെ കുത്തനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുടക്കല്ല് അല്ലെങ്കിൽ ഈ ഒരു മഷ്റൂം റോക്കിൻ്റെയൊക്കെ ഒരു സാമ്യമുള്ള കല്ലുകളാണ് ഈ ഒരു പാറ. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കാര്യം കൊടുവേലി, നീലക്കൊടുവേലി ഇവിടെ ഉണ്ടാവും, അവൈലബിൾ ആണെന്നൊക്കെയാണ് പറഞ്ഞു കേൾവി. അങ്ങനത്തെ ഒരു സംഭവം പണ്ടുണ്ടായിരുന്നു എന്നൊക്കെ. അങ്ങനെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് താഴെ ഇറങ്ങി ഇനി നമ്മൾ നേരെ തിരിച്ചു പോവുകയാണ് നാട്ടിലേക്ക്. വരുന്ന വഴി നമ്മൾ അങ്കമാലിയിലെത്തി ഫുഡൊക്കെ കഴിച്ചു. അതിനുള്ള കുറച്ച് സമയം കാരണം പോകുന്ന സ്ഥലങ്ങളാണ് കാണാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും അതിനേക്കാളുപരി എൻജോയ്. ഇപ്പോൾ നോർമൽ നമ്മൾ ടൂർ പോകുന്ന പോലെ എല്ലാ വൈബും ഉണ്ടായിരുന്നു ഈ ട്രിപ്പിലും. അപ്പോൾ ഇനി പോവാത്തവരുണ്ടെങ്കിൽ KSRTCയിൽ എന്തായാലും പോയി നോക്കുക, ഒരു എക്സ്പീരിയൻസ് ചെയ്യുക. ബൈ.